ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വയറിങ്ങിൻ്റെ കാര്യങ്ങൾ, ബാത്റൂമിൻ്റെ ഏരിയകൾ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂമായിരുന്ന ഏരിയകൾ, റൂമായിട്ട് അറ്റാച്ച് വരുന്ന ബാത്റൂം ഏരിയകൾ എങ്ങനെയാണ് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, ലൈറ്റ് പോയിൻറ്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒറ്റ ലെയറായിട്ടാണ് ബാത്റൂം കിടക്കുന്നത്. ഏകദേശം 8 അടി 240 സെൻറ്റിമീറ്ററാണ് മൊത്തം ബാത്റൂമിൻ്റെ നീളത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വാഷ് ബേസിനാണ് കൊടുത്തത്. വാഷ് ബേസിൻ തൊട്ട ഏരിയ, ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കുളിക്കുന്ന ഏരിയ. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് 3 സ്റ്റെപ്പ് കഴിഞ്ഞായിട്ട് അറ്റത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വാഷ് ബേസിൻ്റെ ഏരിയയിൽ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ മിറർ ലാമ്പ് വയ്ക്കുന്ന ഏരിയ മാറ്റിയിട്ട് ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് 8 മോഡികളുടെ ബോക്സ് വേണമെങ്കിൽ കൊടുക്കാം, 6 മോഡികളുടെ ബോക്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഏരിയയിലേക്ക് ഒരിക്കലും തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത് നമുക്ക് തൊട്ട് മുകളിലായിട്ട്, വാഷ് ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് മിറർ ലാമ്പ് കൊടുക്കാം. ഒരു 195 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ ഒരു മിറർ ലാമ്പിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് അവിടെയാണ്. അപ്പോൾ വാഷ് ബേസിൻ നമ്മൾ ഇട്ടിരിക്കുന്നത് ഭിത്തിയിൽ നിന്നും 30 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 30 സെൻറ്റിമീറ്റർ മാറിയിട്ട് തന്നെ നമ്മളൊരു മിറർ ലാമ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തു. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ കഴിഞ്ഞു പിന്നെ വരുന്നത് നമുക്ക് കുളിക്കുന്ന ഏരിയയാണ്. കുളിക്കുന്ന ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു പവർ പ്ലഗിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അത് നമ്മൾ ഹീറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാത്റൂമിൻ്റെ പുറത്തേക്ക് നമുക്ക് എക്സോസ്റ്റ് വേണ്ടിയിട്ടൊരു പോയിൻ്റാണ് വരുന്നത്. എക്സോസ്റ്റിൻ്റെ ഒരു പോയിൻ്റ്. അപ്പോൾ ആ എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ ആ പൈപ്പ് നമ്മൾ 2 മോഡികളുടെ പവർ പ്ലഗിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഏരിയയിലേക്ക് കൊടുത്തു. അത് രണ്ടും വന്നിരിക്കുന്നത് ഈ പറയുന്ന ബോക്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഹീറ്ററിൻ്റെ കൺട്രോളിങ്ങും അതുപോലെ എക്സോസ്റ്റിൻ്റെ കൺട്രോളിങ് വരുന്ന ആ ബോക്സിലാണ്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ പറയുന്ന ബാത്റൂമിൻ്റെ അകത്ത് മെയിൻ ലൈറ്റാണ്. മെയിൻ ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ പുറത്തുനിന്നായിരിക്കണം, അതായത് റൂമിൽ നിന്നായിരിക്കണം അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. അതായത് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് പുറത്തുനിന്ന് ലൈറ്റ് ഇടാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂമിൻ്റെ എൻട്രൻസിനോട് ചേർന്നാണ് ഈ ബാത്റൂം വന്നിരിക്കുന്നത്. അപ്പോൾ എൻട്രൻസിനോട് ചേർന്ന സ്വിച്ച് ബോർഡിലാണ് നമ്മൾ ഈ പറയുന്ന ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നേ റൂമിൽ നിന്നും ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് വേണം, ബാത്റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് വേണം നമ്മളകത്തേക്ക് കയറാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തു. അത് കൂടാതെ ഒരു മിറർ ലാമ്പിന് ഓപ്ഷൻ കൊടുത്തു, പിന്നെ ഒരു എക്സോസ്റ്റിന് ഓപ്ഷൻ കൊടുത്തു, പിന്നെ ഒരു വാട്ടർ ഹീറ്ററിന് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റും വാട്ടർ ഹീറ്ററും മിറർ ലാമ്പും പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പ്ലഗ് സോക്കറ്റും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ പറയുന്ന വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് കൊടുത്തത്. വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സർക്യൂട്ടാണ് DBയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ബാക്കിയെല്ലാം വരുന്നത് മെയിനായിട്ട് വരുന്നത് ഇൻവെർട്ടർ സപ്ലൈ ആണ് മെയിനായിട്ട് വരുന്നത്. ഇൻവെർട്ടർ സപ്ലൈയിലാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തെ എൻട്രൻസിൻ്റെ ലൈറ്റ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് മിറർ ലാമ്പ് അതിൽ കൊടുക്കാം, എക്സോസ്റ്റും അതിൽ കൊടുക്കാം. ഇനി എക്സോസ്റ്റും മിറർ ലാമ്പ് കൊടുത്തില്ല എന്ന് വിചാരിച്ച വിഷയമില്ല, ആ ലൈറ്റ് മാത്രം എക്സോസ്റ്റിൽ ഇൻവെർട്ടറിൽ കൊടുത്താലും മതി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റ് കിട്ടണം, ഇൻവെർട്ടറിൽ ലൈറ്റ് കളിയാൻ വേണ്ടി. അപ്പോൾ ഇനി ഇൻവെർട്ടർ ബാക്കപ്പ് കാര്യങ്ങൾ കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് കൂടി കൊടുക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് റൂം സർക്യൂട്ടിൻ്റെ മെയിൻ സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ AC ഉണ്ടെങ്കിൽ ACയുടെ സർക്യൂട്ട് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെ മെയിനായിട്ട് വരുന്നത് വാട്ടർ ഹീറ്ററിന് സെപ്പറേറ്റ് ഒരു സർക്യൂട്ടാണ് വരുന്നത്. ബാക്കിയെല്ലാം ഇൻവെർട്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ചാനൽ. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.